നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വണ്ണക്കൂടുതൽ ഉള്ളവർക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയിട്ടാണ്. വണ്ണക്കൂടുതൽ ഉള്ളവർക്ക് സാധാരണ അടിവയറ്റിലാണ് കൊഴുപ്പും തൊലിയും തൂങ്ങി നിൽക്കുന്നുണ്ടാവുക. പലർക്കും പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം അടിവയറ്റിൽ കൊഴുപ്പിങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ അമിതവണ്ണമുള്ളവർക്ക് അടിവയറ്റിൽ തൂങ്ങി നിൽക്കുന്ന അമിതമായ കൊഴുപ്പും തൊലിയും നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് അബ്ഡോമിനോപ്ലാസ്റ്റി. അപ്പോൾ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ലങ് കപ്പാസിറ്റി കൂട്ടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രീതിങ് എക്സസൈസ് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. വണ്ണം കൂടുതലുള്ളവർക്ക് സാധാരണയായി കയ്യിലും കൊഴുപ്പും തൊലിയും തൂങ്ങി നിൽക്കുന്നതായിട്ട് ഒരു ബാഡ് സൈൻ എന്നാണ് അതിനെ പറയുക. വവ്വാലിൻ്റെ പോലെ ഇരിക്കുന്നത് പോലെയാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കൊഴുപ്പും തൊലിയും തൂങ്ങി നിൽക്കുന്ന കൈയിൻ്റെ ഭാഗം ചികിത്സിക്കുന്ന സർജറിയാണ് ബ്രേക്കിയോപ്ലാസ്റ്റി. ഈ തൂങ്ങി നിൽക്കുന്ന അടിവയറ്റിലെ കൊഴുപ്പും തൊലിയും നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ അരക്കെട്ടിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലൈപ്പോസെക്ഷനും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ 6 പാക്ക് വേണ്ടവർക്ക് ബോഡി എച്ചിങ് എന്ന് പറയുന്ന പ്രത്യേകതരം ക്യാനുല ഉപയോഗിച്ചുള്ള ലൈപ്പോസെക്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കുമുള്ള 6 പാക്ക് ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഒരു പ്രത്യേക രീതിയിൽ ലൈപ്പോസെക്ഷൻ ചെയ്തിട്ട് 6 പാക്കിൻ്റെ ഒരു അപ്പിയറൻസ് വരുത്തുന്നതിനെയാണ് ബോഡി എച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ വണ്ണക്കൂടുതലുള്ളവർക്ക് കയ്യിൽ ചിലപ്പോൾ കൊഴുപ്പും തൊലിയും തൂങ്ങി നിന്ന് അഭംഗി ഉണ്ടാക്കാറുണ്ട്. അവർക്ക് പലപ്പോഴും ചില സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഇടുന്നതിനും ചില പഴയ ഡ്രസ്സുകൾ കയറുന്നില്ല തുടങ്ങിയ കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ബ്രേക്കിയോപ്ലാസ്റ്റി. അത് കയ്യിൽ തൂങ്ങി നിൽക്കുന്ന കൊഴുപ്പും തൊലിയും നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ലൈപ്പോസെക്ഷൻ ശസ്ത്രക്രിയയും ചെയ്യേണ്ടി വന്നേക്കാം, കൈയുടെ ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട്.